എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നു. ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ധന്യമീ ജീവിതം കേൾക്കുന്നവര് ദുഃഖം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും കേൾക്കുമോ? കുറച്ച് ദുഃഖിച്ചള. അതുകൊണ്ട് പി ആർ നാഥൻ പറയണ ധന്യമീ ജീവിതം കേൾക്കാമെന്ന് ഒരാളും വിചാരിക്കില്ല. അമൃത ടെലിവിഷനിൽ 16 കൊല്ലം തുടർച്ചയായിട്ട് പ്രഭാതങ്ങളിൽ ഉദയാമൃതം എന്ന പരിപാടിയിൽ ഞാൻ സംസാരിച്ചു. ശ്രീമതി മോചിതയായിരുന്നു അന്ന് അത് അവതരിപ്പിച്ചിരുന്നു. ഇപ്പൊ മോചിതയുടെ ചാനല്, മോക്ഷ ചാനലില് കുറെ ദിവസത്തേക്ക് വേണ്ടി എൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തത് അതിപ്പോ യൂട്യൂബിൽ വൈറലായിട്ട് വന്നിട്ടുണ്ട്. അത് കേൾക്കുന്നവരും ഉണ്ട്. അഭിനന്ദനം അറിയിക്കുന്നവരോട് നന്ദി പറയും. സന്തോഷം മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു, ദുഃഖം നമുക്ക് ഇഷ്ടമല്ല എന്നാണല്ലോ പറയുന്നതിന്റെ ചുരുക്കം. യഥാർത്ഥത്തിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്ന എന്താണ്? നമ്മളെ ദുഃഖിപ്പിക്കുന്നത് എന്താണ്? ആചാര്യവചനമാണ് പറഞ്ഞത്. നിന്നെ ഇന്ന് സന്തോഷിപ്പിക്കുന്നതെന്തും നിനക്ക് ദുഃഖകാരണമായിട്ട് വരും. ഇത് മനസ്സിലാക്കുന്നതിന്റെ പേരാണ് വേദാന്തത്തെ കുറിച്ച് അറിയുക എന്ന്. ഇത് മനസ്സിലാക്കണം. എത്ര നല്ല മുടി എന്ന് ബാക്കിയുള്ളവർ പറയണം. ഇന്നിപ്പോ എത്ര നല്ല മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയിക്കണ്ട, വിഗ് വെച്ചായി. വിഗ് ഇഷ്ടം പോലെ കിട്ടുന്നതുകൊണ്ട് ധാരാളം മുടി എന്ന് പറയിപ്പിക്കൽ ബുദ്ധിമുട്ട് ഇല്ലാത്തൊരു കാലം ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ വിഗ് വെക്കാതെ ധാരാളം മുടിയുള്ള വ്യക്തികളുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ്, അപ്പൊ ഡയറക്ടറോട് ഞാൻ സംഭാഷണം മധ്യ പറഞ്ഞു, ആ കുട്ടിയുടെ മുടി വിഗ് വെച്ചതല്ലേ, അല്ലെങ്കിൽ ഇത്രയും മുടി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഡയറക്ടർ എന്തോ മറുപടി പറഞ്ഞു, വിഗ് വെച്ചതാണോ അല്ലാന്നോ എന്തോ പറഞ്ഞു. ഈ ചോദ്യം മറുപടിയും ആ കുട്ടിയുടെ അമ്മ പറയുന്നത് കേട്ടു. അമ്മ പറയലുണ്ടായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ലാട്ടോ സാർ, അവളുടെ കുട്ടിക്കാലം മുതൽക്ക് ഒറിജിനൽ മുടിയാ. ആ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചു. ആ ഒറിജിനൽ മുടി ഇപ്പൊ എങ്ങനെയായിരിക്കും? ഇതിപ്പോ കഴിഞ്ഞിട്ടൊരു 25-30 കൊല്ലായി. മുടി നരയ്ക്കും, മുടി കൊഴിയും. ഏതൊരു കാലത്ത് നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ അത് നമ്മളെ വേദനിപ്പിക്കും. പുതിയ വീട് പണിതു, ആ ആദ്യമായിട്ട് പുതിയ വീട്ടിൽ കയറുമ്പോഴുള്ള ഒരു സന്തോഷം ഒക്കെ ഫിനിഷിങ് ഉഷാറാക്കിയിട്ടാണ് വീട് നമ്മൾ പണിയാണ്. ആ വീട് പണിത വീട്, അതേ വീട് 10 കൊല്ലം കഴിഞ്ഞു, നമുക്ക് വിദേശത്തേക്ക് പോകേണ്ടി വന്നു, ഇത് പൂട്ടിയിട്ടു. പിന്നീട് വരുമ്പോ ആ വീടുണ്ടാക്കുന്ന വേദന എത്ര വലുതാ. ചുക്കിച്ചുളിഞ്ഞ് കുഷ്ഠരോഗമോ ത്വക്ക് രോഗമോ വന്നുള്ള ഒരു രോഗിയെ പോലെ നമ്മുടെ വീട് മാറുമ്പോൾ അത് കാണുന്ന കാഴ്ച സന്തോഷിപ്പിച്ചതെന്തും ദുഃഖിപ്പിക്കും. നമ്മുടെ ആരോഗ്യത്തെ ഓരോരുത്തർ പ്രശംസിക്കും. സമ്മതിക്കണം കേട്ടോ നിങ്ങളുടെ കഴിവ്.
എത്ര മണിക്കൂർ തുടർച്ചയായിട്ട്. പക്ഷേ നമ്മളെ വേദനിപ്പിക്കും. ഒരസുഖം വരുമ്പോൾ ഞാൻ പൊതുവെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ആഹാരം കഴിക്കുന്നതിൽ നിർത്തുന്ന സ്വഭാവക്കാരൻ. പിന്നെ അത് മാറിയിട്ട് ആഹാരം കഴിക്കുള്ളൂ. എന്താഹാരമാണ് ഇപ്പോൾ കൊടുക്കാൻ പറ്റുക, ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള റിസർച്ച് നടക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. കാരണം പ്രകൃതി ചികിത്സയുടെ പ്രചാരകനായതുകൊണ്ട് അത് വേദനയൊക്കെ മാറും. ഇന്നും വെച്ചിട്ട് ഒരു 10-15 ദിവസം പട്ടിണി കിടക്കേണ്ടതൊന്നും വരില്ല. ഏറിയ 24 മണിക്കൂർ. ആ 24 മണിക്കൂർ ആഹാരം കഴിക്കാതിരുന്നപ്പോഴും ശരീരം ക്ഷീണിച്ചു. അപ്പൊ വീട്ടിൽ നാളികേരം ചിരകുന്ന ഉത്തരവാദിത്തം എനിക്കാ. എങ്ങനെയാലും ഞാൻ തന്നെ ചെയ്യും. അത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, ഭാര്യയെ സഹായിക്കാൻ. നാളികേരം ചിരകാൻ നോക്കുമ്പോ വയ്യ, കൈ ചലിക്കുന്നില്ല. അതുവരെ അതിവേഗത്തിൽ നാളികേരം ചിരകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കൈ കുഴയാണ്, നാളികേരം ചിരകാൻ വയ്യ. എന്നെ സന്തോഷിപ്പിച്ച എൻ്റെ കരങ്ങൾ എന്നെ കരയിപ്പിക്കുക. അപ്പൊ അവിടെ അതിഥിയായി വന്നിരുന്ന ഒരു ടീച്ചർ, പുഷ്പ ടീച്ചർ, എന്താ പ്രശ്നം, ചെലവാൻ പറ്റുന്നില്ല. പുഷ്പ ടീച്ചർ നാളികേരം തരും. ഏതൊന്ന് സന്തോഷിപ്പിക്കുന്നുവോ, കീർത്തി, എല്ലാവരും നമ്മളെ അറിയാത്തവരില്ല. കീർത്തിയിൽ ഭ്രമിക്കണു. അത് ദുഷ്കീർത്തിയാവാൻ 10 സെക്കൻഡ് വേണം. ഇയാൾ ഇങ്ങനത്തെ ആളല്ലേ, ഇതുവരെ വിചാരിച്ച പോലെയല്ല. കല്ലെടുത്തെറിയ അയാളെ. ദുഷ്കീർത്തി. ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ആരാ? മക്കളുടെ കുസൃതി, അവരുടെ തമാശകള് ഒക്കെ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കും. ഏറ്റവും വേദനിപ്പിക്കുന്ന ആരാ? ഇവര് തന്നെ. ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഞാൻ വിചാരിച്ചു മക്കളൊന്നും മുതിർന്നെങ്കിൽ നന്നായിരുന്നു. അച്ഛനമ്മമാര് പറയാം. അപ്പൊ മുതിർന്നപ്പോ ഒരു കാര്യം മനസ്സിലായി, അവര് കുട്ടികളായിട്ടിരിക്കുകയായിരുന്നു ഭേദം ഇപ്പത്തേനേക്കാൾ. ഇങ്ങനെ പറയുന്നവരില്ലേ? അറിവ്, ആരോഗ്യം, സൗന്ദര്യം, കീർത്തി, ബന്ധുജനങ്ങൾ, നാം ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് എന്തിനെ കരുതുന്നുവോ, ആ കാര്യങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കും. ഇതറിഞ്ഞും കൊണ്ടുള്ള ജീവിതമാണ് തത്വചിന്താപരമായ ജീവിതം എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം ഒക്കെ വേദനിപ്പിച്ചിട്ട് ജീവിതം ഇല്ലാതെ ദുഃഖിച്ചിരിക്കണമെന്നല്ല. ഒരു ലക്കം ഒരു മാസികയുടെ മുഖചിത്രം ഒരാർട്ടിസ്റ്റിന്റെ. അപ്പൊ ആ ആർട്ടിസ്റ്റ് പറയണ അടുത്ത ലക്കം നിന്റെ മുഖചിത്രം ആവില്ലല്ലോ. ഇപ്പൊ സന്തോഷിച്ചു. ഒരാഴ്ച മുഴുവൻ ആഴ്ചപ്പതിപ്പ് കാണുമ്പോൾ മുഖചിത്രം നമ്മളുടെ മുഖചിത്രം. അടുത്ത ആഴ്ചത്തെ അവിടെ പ്രിന്റിങ് നടക്കുകയാണ്, അതിന്റെ മുഖചിത്രം വേറെ ആളുടെ. ഇത് മറന്നു, ഇത് പോയി. ആഹ്ലാദിപ്പിക്കുന്നത് എന്തും നമ്മളെ ദുഃഖിപ്പിക്കും. ലഹരി വസ്തുക്കൾ കഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടായതുകൊണ്ടാണല്ലോ കഴിക്കുന്നത്. അവർക്ക് എത്ര വലിയ സന്തോഷമാണ് അത് കഴിക്കുമ്പോൾ. പക്ഷെ എന്ത് സംഭവിക്കും? ആ സന്തോഷം ദുഃഖമായിട്ട് വരും. ദശരഥന് ഏറ്റവും ഇഷ്ടം ഏത് പത്നിയായിരുന്നു? കൈകേയിയായിരുന്നു. ആ കൈകേയിയുടെ ഒരു മമതയും
സ്നേഹവും ഉണ്ടായിരുന്നു. ഒടുവിൽ ദശരഥനെ ഏറ്റവും ദുഃഖിപ്പിക്കുകയും മരണകാരണം വരെ ആയത് ആരെ കൊണ്ടാണ്? ഇതെന്ന കാര്യം. അതിവേഗം ഡ്രൈവ് ചെയ്യുമ്പോ എന്താ സന്തോഷം? സമുദ്രതീരത്ത് കൂടെ റോഡ്, വലിയ തിരക്കില്ല, വൺ വേ ആണ്. എന്താ സന്തോഷം! അത് ദുഃഖകാരണമാകുന്നതിന്റെ നെഗറ്റീവ് ഞാൻ വിവരിക്കുന്നില്ല. നെഗറ്റീവ് അധികം പറയണ്ടല്ലോ. ഏതൊന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നുവോ അതാണ് ദുഃഖകാരണമാവുക. പദവിയിലിരിക്കുമ്പോൾ എല്ലാവരും ബഹുമാനിക്കും. ആ പദവിയുടെ കഴിഞ്ഞിട്ട് ആ പദവിയിൽ നിന്ന് പോന്നാലോ? ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ പദവിയിൽ നിന്ന് പോന്നു. അപ്പൊ ഒരു യാത്രയില് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ വേറെ രണ്ടുപേരും അടുത്ത് വന്നു. അപ്പൊ ഇത് ആരാന്ന് പരിചയപ്പെടുത്തി. ഇന്ന പോസ്റ്റിൽ ആയിരുന്നു. അപ്പൊ അവരുടെ മുഖത്ത് വലിയ സന്തോഷം ഉണ്ടായിട്ടാണ്. ഞാൻ ചിന്തിച്ചില്ല. ഇപ്പൊ റിട്ടയർ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ 2 പേര് പോയപ്പോ മറ്റാളിനോട് പറയാണ്, നിങ്ങൾ ഇന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ് ആദ്യം പറഞ്ഞപ്പോ അവരുടെ മുഖത്തൊരു ഗ്രേസ്. പിന്നീട് റിട്ടയേർഡ് എന്ന് പറയുമ്പോ ആ മുഖം കണ്ട് ബൾബ് കെട്ട പോലെ ബഹുമാനമില്ലാതായി. ഞാൻ ശ്രദ്ധിച്ചില്ല. അവനവന്റെ കാര്യമാകുമ്പോ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. വാർദ്ധക്യം, ആരോഗ്യത്തിൽ ഭ്രമിക്കുക. നമ്മളെ ദുഃഖിപ്പിക്കുന്ന വസ്തു ഇപ്പൊ സന്തോഷിപ്പിക്കുന്നത് തന്നെയാണ്. അത് കീർത്തിയാവാം, അധികാരമാവാം, ആരോഗ്യമാവാം, വലിയ വീടാവാം. ആ വീടൊക്കെ പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടാൽ ആ പാല് കാച്ച ദിവസമൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ ഗ്രേസ് എന്താ. അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തും ആ വീട് നോക്കി ദിവസേന മെയിൻ്റനൻസ് നടക്കുമോ? ആ സെക്കൻഡ് മുതൽക്ക് 8 കാലി അതിന്റെ പണി തുടങ്ങും. നമ്മൾ വീടൊക്കെ പണിതു, ആ പുതിയ വീടുണ്ടായി, പാല് കാച്ചിന് എല്ലാവരും വന്നു എന്ന് പറയുമ്പോഴേക്കും രാപ്പകലില്ലാതെ 8 കാലി അതിന്റെ പണി എടുത്തുകൊണ്ടിരിക്കും. ദുഃഖവസ്തു നമ്മളുടെ സുഖവസ്തു തന്നെ അല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംവരിക്കുന്നു.